ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറും ഓൺലൈൻ ക്ലാസ്സിലോട് സ്വാഗതം. അപ്പൊ ഇന്ന് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സിലെ ഒരു യൂണിറ്റ് ടെസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. നമ്മുടെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ലെറ്റ്സ് ഡ്രോ, അതായത് മക്കളെ രൂപങ്ങൾ വരയ്ക്കാം എന്ന പാഠഭാഗത്തിന്റെ യൂണിറ്റ് ടെസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത്. അപ്പൊ എല്ലാ കൂട്ടുകാരും ഇപ്പൊ എക്സാമിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പൊ മക്കൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ മക്കളെ. 15 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. മക്കളെ വീഡിയോ കാണുന്ന കൂട്ടുകാർ നിങ്ങളുടെ പേരും മക്കളുടെ സ്കൂളിന്റെ പേരും നമ്മുടെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക കേട്ടോ. ഓക്കെ അല്ല മക്കളെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. മിസ് മലയാളത്തിലും ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് മിസ് ഇംഗ്ലീഷ് മീഡിയംകാരുടെ ക്വസ്റ്റ്യൻസ് പറയാം, അതിനുശേഷം മലയാളം മീഡിയംകാരുടേത് പറയാം കേട്ടോ. വാട്ട് ഷേപ്സ്, അതായത് മക്കളെ ഏതെല്ലാം രൂപങ്ങൾ എന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഒബ്സർവ് ദി പിക്ചർ ഗിവൺ ബിലോ, അതായത് മക്കളെ താഴെ നൽകിയിരിക്കുന്ന ആ ചിത്രം നിരീക്ഷിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ രൂപമുള്ള ഒരു ചിത്രമാണ് തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ മക്കളൊന്ന് നോക്കിക്കേ മക്കളെ, നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് ഷേപ്സുകൾ അല്ലെ, രൂപങ്ങൾ മാത്രം ഉൾപ്പെടുത്തി വരച്ചിട്ടുള്ള ചിത്രമാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് കൂട്ടുകാർക്ക് അവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ, വാട്ട് ഷേപ്സ് ആർ ദർ ഇൻ ദി പിക്ചർ, അതായത് മക്കളെ ചിത്രത്തിൽ ഏതെല്ലാം രൂപങ്ങൾ ഉണ്ടോ എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഏതൊക്കെ രൂപങ്ങളാണ് മക്കളെ ചിത്രത്തിലുള്ളത് നോക്കി പറഞ്ഞേ. സർക്കിൾ ഉണ്ട് അല്ലെ, സർക്കിൾ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇതെന്താ മക്കളെ, ട്രയാങ്കിൾ ഉണ്ട് അല്ലെ, സർക്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്. അതുപോലെ തന്നെ ഏതുണ്ട് മക്കളെ, ഏതുണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്. അതായത് വൃത്തം, ത്രികോണം, ചതുരം അല്ലെ. അപ്പൊ 3 എന്ത് ചെയ്യണം മക്കൾ അവിടെ പേര് എഴുതണം. ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർ ഇംഗ്ലീഷിൽ എഴുതാം, മലയാളം മീഡിയം കൂട്ടുകാർ മലയാളത്തിൽ എഴുതണം. അപ്പൊ സർക്കിള്, പിന്നെ ഏതുണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, അതുപോലെ തന്നെ റെക്റ്റാങ്കിൾ ഉണ്ട്. ഈ 3 ഷേപ്സുകളല്ലേ മക്കൾ അവിടെ ഉള്ളത്. മലയാളം മീഡിയത്തിലോട്ട് വരുമ്പോൾ ഏതൊക്കെ വരും, വൃത്തം, പിന്നെയോ ത്രികോണുണ്ട്, അതുപോലെ തന്നെ ചതുരം. ഈ 3 രൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ചിത്രം അവിടെ വരച്ചിട്ടുള്ളത് അല്ലെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഹൗ മെനി ഓഫ് ഈച്ച് ഷേപ്സ് ആർ ദർ, അതായത് മക്കളെ ഓരോ രൂപവും എത്ര എണ്ണം വീതമുണ്ട്. നമ്മൾ പറഞ്ഞു ഷേപ്സ് യൂസ് ചെയ്തിട്ടാണ്, ഈ 3 ഷേപ്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ഈ ഒരു ചിത്രം വരച്ചിട്ടുള്ളത്. അപ്പൊ ഓരോ രൂപങ്ങൾ, അതായത് സർക്കിൾസ് എത്ര എണ്ണം ഉണ്ട്, ട്രയാങ്കിൾ എത്രയുണ്ട്, റെക്റ്റാങ്കിൾ എത്രയുണ്ട്, വൃത്തം എത്രയുണ്ട്, ത്രികോണം എത്രയുണ്ട്, ചതുരം എത്ര എണ്ണം വീതമുണ്ട് എന്നത് അവിടുന്ന് കൗണ്ട് ചെയ്തിട്ട് മക്കളെ അടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ മക്കളെ. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം സർക്കിൾസ് കൗണ്ട് ചെയ്യാം, ദെൻ ട്രയാങ്കിള്, അതുപോലെ തന്നെ റെക്റ്റാങ്കിൾ അല്ലേ. ഓക്കെ മക്കളെ, നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് കൗണ്ട് ചെയ്ത് എണ്ണം എഴുതാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തേണ്ട സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യും, ആൻസർ എഴുതി കൊടുക്കാം. ആദ്യം സർക്കിൾ നോക്കിയാലോ മക്കളെ. ഇതാ ഇവിടെ ഒരു സർക്കിൾ ഉണ്ട് അല്ലേ, 1, അതുപോലെ 2, 3, 4, 5. ഇനി വേറെ എവിടെയെങ്കിലും സർക്കിൾസ് ഉണ്ടോ നോക്കിക്കേ മക്കളെ. മിസ് ഏതെങ്കിലും കൗണ്ട് ചെയ്താൽ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്ത് എഴുതണേ. അപ്പൊ 5 സർക്കിൾസ് അല്ലേ ഉള്ളൂ, 5 വൃത്തങ്ങളാണ് ഉള്ളത് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്താം, 5 എന്ന് എഴുതാം, 5 എന്ന് എഴുതാം. ഇനി അടുത്തത് ട്രയാങ്കിൾ അല്ലേ മക്കളെ, ത്രികോണം അല്ലേ നോക്കണ്ട. അപ്പൊ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്തേ, ത്രികോണം ഒന്ന് കൗണ്ട് ചെയ്തേ മക്കളെ. ത്രികോണം കൗണ്ട് ചെയ്തേ, ഇവിടെ ഒന്നുണ്ട് അല്ലെ, 1. പിന്നെ അതുപോലെ അതിന്റെ ഹെഡിൽ ഒന്നുണ്ട് അല്ലെ, അപ്പൊ 2. 1, 2 ആയി. ഇനി എവിടെയെങ്കിലും ഉണ്ടോ നോക്കിക്കേ മക്കളെ. വേറെ എവിടെയും നമുക്ക് ട്രയാങ്കിൾ കാണുന്നില്ല അല്ലെ. അപ്പൊ നമുക്ക് അവിടെ എന്ത് എഴുതാം, 2 എന്ന് എഴുതാം, 2 എന്ന് എഴുതാം. അപ്പൊ എത്ര ത്രികോണങ്ങളാണ്, 2 ത്രികോണങ്ങളുണ്ട്. ഇനി നമുക്ക് എന്താ മക്കളെ കണ്ടെത്തേണ്ടത്, എന്താ കണ്ടെത്തേണ്ടത്, റെക്റ്റാങ്കിൾ എത്രയുണ്ട് എന്ന്, ചതുരം എത്രയുണ്ട് എന്നതല്ലേ മക്കളെ. കൗണ്ട് ചെയ്തോ, 1, 2, 3, 4. ഓക്കെ, ഇനി അതിന്റെ കൈ നോക്കിക്കേ മക്കളെ, 5, 6 അല്ലെ. ഇനി അതിന്റെ ഈ ഒരു ഭാഗം നോക്കിക്കേ, ഇത് വരുമ്പോ ഏത് വരും, 7, ഇവിടെ 8, പിന്നെ ഈ ഫേസ് 9, പിന്നെയോ ഇത് 10, ഇത് 11, ഇത് 12 അല്ലെ. ഇനി എവിടെയെങ്കിലും നമ്മൾ വിട്ടു പോയിട്ടുണ്ടോ നോക്കിക്കേ മക്കളെ. കറക്റ്റ് അല്ലേ, നമ്മൾ കൗണ്ട് ചെയ്തിട്ട് ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, പിന്നെ ഏത് വരും, ഇതിന്റെ ഫേസില് 9, 10, 11, 12 എണ്ണം അല്ലെ. ഓക്കെ മക്കള് കറക്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്ത് നോക്കണ്ട. അപ്പൊ 12 ആണ് ഇപ്പൊ നമ്മൾ കൗണ്ട് ചെയ്തപ്പോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെ. അപ്പൊ സർക്കിൾസ്, വൃത്തങ്ങൾ 5 എണ്ണവും, ത്രികോണം 2 എണ്ണവും, ചതുരം 12 എണ്ണവുമാണ് നമുക്ക് എണ്ണം കിട്ടിയിട്ടുള്ളത് അല്ലെ. അപ്പൊ അത് കൂട്ടുകാരൻ തീരം ഇവിടെ എഴുതണം. ഓക്കെ, ഓരോ രൂപങ്ങളും എത്ര എണ്ണം വീതമുണ്ട് എന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചതിന്റെ താഴെയായിട്ട് എഴുതണം. ക്ലിയർ അല്ലേ മക്കളെ, ക്ലിയർ അല്ലേ. നമുക്ക് സർക്കിൾസ് എത്രയാണ് കിട്ടിയിട്ടുള്ളത്, സർക്കിൾസ് 5 ആണ് കിട്ടിയിട്ടുള്ളത്. ട്രയാങ്കിൾ എത്രയാണ് കിട്ടിയിട്ടുള്ളത്, 2 ആണ് കിട്ടിയിട്ടുള്ളത്. ദെൻ റെക്റ്റാങ്കിൾ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്, 12 ആണ് കിട്ടിയിട്ടുള്ളത്.
ഓക്കെ, അപ്പൊ നമുക്ക് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ നമ്മുടെ എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോയാലോ മക്കളെ? ഹൂ കംസ് നെക്സ്റ്റ്? അടുത്തതാര്? എന്താ മക്കളെ ക്വസ്റ്റ്യന്റെ പേര് വരുന്നത്? ഹൂ കംസ് നെക്സ്റ്റ്? അടുത്തതാര്? ഒരു പിക്ചർ പാറ്റേൺ ആണ് അവിടെ ഉള്ളത് കേട്ടോ. അടുത്ത ചിത്രം വരയ്ക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് സെറ്റ് നോക്കിക്കേ മക്കളെ, ഇതാണ് ഒരു സർക്കിൾ ഉണ്ട് അല്ലെ, ഒരു വലിയ സർക്കിൾ ഉണ്ട്. അതിനുള്ളിൽ സർക്കിളും അതുപോലെ തന്നെ ട്രയാങ്കിളും ഒക്കെ ആയിട്ട് നമുക്ക് മറ്റു ഷേപ്സുകളും അവിടെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് അവിടെ വരുന്ന പ്രത്യേകത, എന്ത് മാറ്റമാണ് ഓരോരോ ചിത്രത്തിലും വരുന്നത് എന്ന് നോക്കാം അല്ലെ. ആദ്യം നോക്കിക്കേ മക്കളെ, വലിയൊരു സർക്കിൾ ഉണ്ട്. അതിനുള്ളിൽ 4 കോളാണല്ലോ. ഒരു സർക്കിളിനെ 4ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പിക്ചറില് സർക്കിൾ ഇവിടെയാണ് വരുന്നത്. ആദ്യത്തെ ചിത്രത്തിൽ സർക്കിൾ ഇവിടെയാണ് വരുന്നത് അല്ലെ. അതിന് താഴെ സ്ക്വയർ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ തൊട്ട് താഴെയുണ്ട്. ട്രയാങ്കിൾ അതിന്റെ തൊട്ടപ്പുറത്തുണ്ട്. ഇനി അടുത്ത ചിത്രത്തുമ്പോൾ ഈ കോളത്തിലുള്ള സർക്കിൾ എന്തായിട്ട് മാറിയിട്ടുണ്ട്, തൊട്ട് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് തൊട്ട് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന സ്ക്വയർ എന്തായിട്ട് മാറിയിട്ടുണ്ട്, തൊട്ടടുത്ത കോളത്തിലോട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ട്രയാങ്കിൾ എന്ത് ചെയ്തിട്ടുണ്ട്, തൊട്ടടുത്ത കോളത്തിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ പിക്ചറിൽ വരുമ്പോൾ വീണ്ടും സർക്കിൾ ഇവിടെ ഈ ഒരു പൊസിഷനിൽ നിന്ന് അടുത്ത പൊസിഷനിലോട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ഒരു ഫിഗർ വരയ്ക്കുന്ന സമയത്ത് എന്താവും മക്കളെ, ആ സർക്കിള് അതിന്റെ അടുത്ത പൊസിഷനിലോട്ട് മാറും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം കേട്ടോ. ആദ്യം നമ്മൾ വലിയൊരു സർക്കിൾ വരയ്ക്കുക. അതിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ആദ്യം നമ്മുടെ സർക്കിൾ ഇവിടെയായിരുന്നു അല്ലേ. അത് രണ്ടാമത്തെ പിക്ചറിൽ എത്തുമ്പോൾ ഇവിടോട്ട് മാറി. മൂന്നാമത്തെ ചിത്രത്തിൽ എത്തുമ്പോൾ ഇവിടോട്ട് മാറി. നാലാമത്തെ ചിത്രത്തിൽ എത്തുമ്പോൾ സർക്കിൾ എന്തായിട്ട് മാറും, ഇവിടെ ആയിട്ട് മാറും. ഓക്കെ, ഇനി സർക്കിളിന്റെ തൊട്ട് പുറകുവശത്ത് ആരാണുള്ളത് മക്കൾ, നമ്മുടെ സ്ക്വയർ ആണ്. അപ്പൊ നമ്മുടെ സ്ക്വയർ ഇവിടോട്ട് മാറും. ദെൻ നമ്മുടെ ട്രയാങ്കിൾ ഇവിടോട്ട് മാറും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ മക്കൾ എന്ത് ചെയ്യുക, പാറ്റേൺ കംപ്ലീറ്റ് ചെയ്ത് വരയ്ക്കുക കേട്ടോ. ദെൻ അടുത്തൊരു പാറ്റേൺ നോക്കിക്കുക മക്കള്, സർക്കിൾസ് യൂസ് ചെയ്തുകൊണ്ടാണ്. ആദ്യം ഒരു സർക്കിൾ ആണ് ഉള്ളത് അല്ലെ. ആദ്യം ഒരു വൃത്തമാണുള്ളത്. പിന്നെ 1, 2, 3 എണ്ണമായിട്ട് മാറിയില്ല. ഇവിടെ 1 ഉണ്ട്, ഇവിടെ 3 എണ്ണം ഉണ്ട്. ഇനി അടുത്തതോ 1, 2, 3, 4, 5. ഇവിടെ 5 ആണുള്ളത്. ഓക്കെ, ആദ്യം 1 ആയിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെ 3 ആയിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെ 5 എണ്ണം ഉണ്ട്. ഇനി അടുത്തത് എത്ര എണ്ണം ആയിരിക്കും മക്കളെ? ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. 1 എന്ന നമ്പറിലേക്ക് 2 ആഡ് ചെയ്ത സമയത്താണ് നമുക്ക് 3 കിട്ടിയത് അല്ലെ. 1 കഴിഞ്ഞിട്ട് 2, 3, 2 ആഡ് ചെയ്തപ്പോ 3 കിട്ടിയത്. ഇനി 3ലേക്ക് 2 ആഡ് ചെയ്ത് നോക്കിക്കേ. 3ലേക്ക് 2 ആഡ് ചെയ്താൽ എന്ത് വരും, 4, 5 വരും. 5 അല്ലേ നമുക്ക് കിട്ടിയത്. ഇനി 5ലേക്ക് 2 ആഡ് ചെയ്താൽ എന്ത് കിട്ടും മക്കളെ, നമുക്ക് 6, 7. അപ്പൊ അടുത്തത് ഏത് കിട്ടണം മക്കളെ, എത്ര എണ്ണം കിട്ടണം? 7 എണ്ണമാണ് കിട്ടുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സർക്കിൾ വരയ്ക്കാം. ഇവിടെ ആദ്യം താഴെ നമുക്ക് ഒരു സർക്കിൾ ആണ്, പിന്നെ 2 സർക്കിൾ ഉണ്ട്, അടുത്തതിൽ 3 സർക്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് വരയ്ക്കുമ്പോൾ നമ്മൾ 1, 2, 3, 4 4 എണ്ണം വരയ്ക്കണം. മുകളിൽ 1, 2, 3 3 എണ്ണവും വരയ്ക്കണം. ഒന്ന് കൗണ്ട് ചെയ്ത മക്കളെ, 7 സർക്കിൾസ് അവിടെ വന്നിട്ടില്ലേ. അപ്പൊ ഇങ്ങനെയാണ് മക്കള് ആ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അടുത്തത് വളരെ സിമ്പിൾ ആണ്. ഇവിടെ ഒരു ട്രയാങ്കിൾ ആണ്. അടുത്ത ഫിഗർ വന്നപ്പോൾ എന്തായി മക്കളെ, ട്രയാങ്കിൾ ഇവിടെയും തൊട്ട് മുകളിലും വന്നു, അടുത്തത് ഇവിടെയും വന്നു. ഇനി അടുത്ത പിക്ചർ വരയ്ക്കുമ്പോൾ എന്താവണം, ആദ്യത്തെ ട്രയാങ്കിൾ ഇവിടെ വരച്ചു. നമുക്ക് കുറച്ചും കൂടി ഇവിടോട്ട് വരയ്ക്കാം അല്ലെ. ഓക്കെ, ആദ്യത്തെ ട്രയാങ്കിൾ നമ്മൾ ഇവിടെ വരച്ചു. രണ്ടാമത്തെ ചിത്രത്തിൽ എന്തുണ്ട്, മുകളിലോട്ടുണ്ട്. മൂന്നാമത്തെ ചിത്രത്തിൽ ഈ സൈഡിലാണുള്ളത്. നാലാമത്തെ ചിത്രത്തിൽ അപ്പൊ നമ്മൾ എന്ത് വരയ്ക്കണം, ഇവിടോട്ട് വരയ്ക്കണം. ക്ലിയർ ആയോ മക്കളെ? അപ്പം ആ രീതിയിലാണ് ആ ഒരു പാറ്റേൺ വരയ്ക്കേണ്ടത്. ഇനി അടുത്തത് നോക്കിക്കേ മക്കളെ, ഇവിടെ നമുക്ക് ഒരു റെക്റ്റാങ്കിൾ ആണുള്ളത്. ഇവിടെ 1, 2, 3 റെക്റ്റാങ്കിൾ ആണുള്ളത്. ഇവിടെ 1, 2, 3, 4, 5, 6 റെക്റ്റാങ്കിൾ ആണുള്ളത്. ഇനി അടുത്തത് എത്ര വരും മക്കളെ? നോക്കിക്കേ, ഇവിടെ 1 ആണുള്ളത്. ഇവിടെ എത്തിയപ്പോൾ 1, 2 എണ്ണം വന്നു ബേസിൽ. ഇവിടെ 1, 2, 3 എണ്ണം വന്നു. അപ്പൊ അടുത്തത് നമ്മൾ എത്ര എണ്ണം വരയ്ക്കണം? ഏറ്റവും താഴെ 1, 2, 3, 4 എണ്ണം വരയ്ക്കണം. അതിന് തൊട്ട് മേലെ എത്ര? ഇവിടെ 2 എണ്ണമാണ് വന്നിട്ടുള്ളത് അല്ലെ. അതായത് 1 കുറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ എത്ര എണ്ണം വരയ്ക്കണം? 1, 2, 3 എത്ര എണ്ണം വരയ്ക്കണം? 3 എണ്ണം വരയ്ക്കണം അല്ലെ. ഇനി അടുത്ത നോക്കിക്കേ മക്കൾ, അതിന്റെ മുകളിൽ എന്ത് വരയ്ക്കുക? 2 എണ്ണം വരയ്ക്കണം. അതിന്റെ മുകളിൽ എത്ര വരയ്ക്കുക? 1 വരയ്ക്കുക. ഓക്കെ, അപ്പൊ എത്ര ഉണ്ട് കൗണ്ട് ചെയ്ത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എത്രയാണ് മക്കളെ? 10 എണ്ണാണ് ഉള്ളത് അല്ലെ. അവിടെ എന്താ മക്കളെ ആ ഒരു ബന്ധം വരുന്നത് എന്താണ്? ഇവിടെ നോക്കിക്കേ, ഇവിടെ 1ൽ നിന്ന് 3 ആവാൻ അവിടെ എത്രയാണ് ഡിഫറൻസ് വന്നിട്ടുള്ളത്? 2 ആണ്. ഇനി 3ൽ നിന്ന് 6 ആവാൻ എത്ര വന്നു മക്കളെ? 3 ആണ് അവിടെ ഡിഫറൻസ് വന്നിട്ടുള്ളത് അല്ലെ. ഇനി 6ൽ നിന്ന് അത് 10 ആവാൻ അവിടെ എത്ര ഡിഫറൻസ് വന്നു? 4 ആണ് ഡിഫറൻസ് വന്നിട്ടുള്ളത് അല്ലെ. 4 എണ്ണമാണ് കൂട്ടിയത്. ഇനി അടുത്തതാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് വരും? 5 എണ്ണം. അപ്പൊ 10ലേക്ക് 5 എണ്ണം കൂട്ടി 15 ബോക്സ് ആണ് നമ്മൾ അടുത്തത് വരയ്ക്കേണ്ടത്. ക്ലിയർ അല്ലേ മക്കളെ?
ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് മിസ് മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ മക്കളെ. നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മുടെ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ട് നമ്മൾ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾ, നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മന്ത്ലി വെറും 100 രൂപയ്ക്കാണ് നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ഇവിടെ സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ട്യൂഷൻ ക്ലാസ്സുകൾക്ക് പുറമേ ആയിട്ട് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കുട്ടികൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് നല്ല രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് ആ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അതിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അഡ്മിഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള കൂട്ടുകാർ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇനിയിപ്പം എഴുതാനും വായിക്കാനൊക്കെ കുറച്ച് പ്രയാസം നേരിടുന്ന കൂട്ടുകാരാണെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു റീഡിംഗ് ആൻഡ് റൈറ്റിംഗിന്റെ കോഴ്സുകൾ കൂടി നമ്മളിപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും കോഴ്സിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. മറക്കണ്ട മക്കളെ, ഏറ്റവും ചെറിയ ഫീസിലാണ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിന് ശേഷം മക്കൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകൾ യൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ താല്പര്യമുള്ളവർ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാം ഒക്കെ വരുന്നുണ്ടല്ലേ. അപ്പൊ നമുക്ക് എക്സാമിനൊക്കെ എന്ത് ചെയ്യണം മക്കളെ, മുഴുവൻ മാർക്കും സ്കോർ ചെയ്യണം. അപ്പൊ താല്പര്യമുള്ളവർ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ. ഡ്രോ എ പിക്ചർ, അതായത് ചിത്രം വരയ്ക്കാനാണ് മക്കളെ. യൂസിങ് ഷേപ്സ് ലൈക്ക് ട്രയാങ്കിൾ, സർക്കിൾ ആൻഡ് സ്ക്വയർ ഡ്രോ എ പിക്ചർ ഓഫ് യുവർ ചോയ്സ്. അതായത് മക്കളെ ത്രികോണം, വൃത്തം, ചതുരം. ചതുരമാണ് ഇവിടെ വേണ്ടത് കേട്ടോ. സ്ക്വയർ അല്ല മക്കളെ, റെക്റ്റാങ്കിൾ ആണ് വേണ്ടത് കേട്ടോ. ഓക്കെ, റെക്റ്റാങ്കിൾ. അപ്പം ഈ 3 ഫിഗേഴ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ചിത്രം വരയ്ക്കാനാണ് മക്കളെ പറഞ്ഞത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല മക്കളെ. നിങ്ങൾക്ക് എന്ത് വേണേൽ വരയ്ക്കും. ഒരു വെഹിക്കിളിന്റെ ചിത്രമോ അല്ലെങ്കിൽ ഒരു വീടിന്റെ ചിത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികളുടെ ചിത്രമോ, അങ്ങനെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. ഓക്കെ മക്കളെ, മിസ് ജസ്റ്റ് ഇപ്പോൾ അവിടെ ഒരു ഫിഗർ വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ 3 ഷേപ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ് മിസ് ഒരു ചിത്രം വരയ്ക്കുകയാണ്. എന്താണ് കൂട്ടുകാർക്ക് മിസ് വരയ്ക്കുന്നത് എന്നുള്ളത് കണ്ടെത്താനായിട്ട് പറയുന്നുണ്ടെങ്കിൽ, വേഗം പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ വേഗം കമന്റ് ചെയ്തു കേട്ടോ. മിസ് എന്തായിരിക്കാം വരയ്ക്കുന്നത് എന്നുള്ളത് ഗസ് ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാര് അതെന്ത് ചെയ്യാം, നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ക്ലൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ വേഗം നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വന്നോ മക്കളെ. മിസ് ഇതാ 3 ഷേപ്സും യൂസ് ചെയ്തിട്ട് ഇവിടെ ഒരു ഫിഗർ വരച്ചു. ഓക്കെ, ഇഷ്ടപ്പെട്ടോ മക്കളെ? ഇഷ്ടപ്പെട്ടിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ദാ മിസ് എന്ത് ചെയ്തു, 3 ഷേപ്സും യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. അപ്പൊ മക്കൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഏതെങ്കിലും ജീവികളോ അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനങ്ങളോ വീടുകളോ അല്ലെങ്കിൽ പൂക്കളോ എന്ത് തന്നെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വരയ്ക്കാവുന്നതാണ്. പക്ഷെ ഒരു കണ്ടീഷൻ, നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ 3 ഷേപ്സുകൾ യൂസ് ചെയ്തിട്ടാണ് മക്കള് ആ ഒരു ചിത്രം വരയ്ക്കേണ്ടത്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? മിസ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇനി നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. എഴുത്തും വായനയും പഠിക്കാനായിട്ടുള്ള സ്പെഷ്യൽ കോഴ്സുകൾ പോലും നിങ്ങൾക്ക് മന്ത്ലി വെറും 100 രൂപയ്ക്കാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർ വേഗം തന്നെ നമ്മളുമായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.